അനീഷ് ദൈവ ദമ്പതിമാരായ ഞങ്ങൾക്ക് പ്രതിസന്ധികളുടെ നടുവിലൂടെ ദൈവം ദാനം തന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ കരുതലിന് കാവലിന് നടത്തുന്നതിനുമായി ദൈവ രാജ്യത്തിനും സഭയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിന് കുഞ്ഞിന് അനുഗ്രഹമാകാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കുഞ്ഞിന് മാതൃകയായുള്ള മാതാപിതാക്കളായി കർത്താവിന്റെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കാനും സഭയ്ക്കും ദൈവരാജ്യത്തിനും കൊള്ളാവുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞിന്റെ പേര് ആദി എന്നാണ്. ആദി അനീഷ്. എപ്പേസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞാല് കുഞ്ഞ് നല്ലൊരു കുഞ്ഞായിട്ട് ജനിക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ജനിച്ചപ്പോൾ എപ്പേസ് സാധാരണ കുഞ്ഞിന്റെ 3-4 ഇരട്ടി തലയുള്ള ഒരു വിരൂപിയായ കുഞ്ഞ്. വിരൂപിയായ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ കണ്ടപ്പോൾ ഈ അപ്പൻ ഞെട്ടിപ്പോയി. ശരീരമെല്ലാം ഇരക്കിൽ പോലത്തെ ഉടനെ തല മാത്രം ഭയങ്കര തല, പൊടിയില്ലാത്ത കുന്തിയ പഴയ ഫിലമെന്റുള്ള പഴുത് എങ്ങനെ അതുപോലത്തെ കണ്ണുടനെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷെ അമ്മ ചേർത്ത് പിടിച്ചു. 8-ാം നാളിൽ ഈ കുഞ്ഞിനെ പരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. കൊണ്ടുപോയി കുറച്ചെന്ന് ചോദിച്ചു എന്തോ പേരിടുന്നത്. അമ്മ അമ്മയുടെ വിഷമത്തിൽ പറഞ്ഞു ഒരു സ്ഥലത്തിന്റെ പേര്. പക്ഷെ ആ വാക്കിനർത്ഥം വ്യസന. കുഞ്ഞിനെ അമ്മ വ്യസനത്തോടെ പ്രസവിച്ചതുകൊണ്ട് കുഞ്ഞിന് പേര് വ്യസന അല്ലേ, അങ്ങനല്ലേ പറഞ്ഞു. പക്ഷെ അമ്മ വിട്ടുകൊടുത്തില്ല. ഈ അമ്മ ഈ വ്യസനപുത്രനെ മാറോട് ചേർത്ത് പിടിച്ചു. ഈ കുഞ്ഞ് വളരുന്ന സമയത്ത്, കുഞ്ഞിനെ താലോലിക്കുന്ന സമയത്ത്, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ പഠിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന കേട്ട് വളർന്ന ഈ കുഞ്ഞ് അവൻ ഏകദേശം 16-17 വയസ്സും നല്ല വളർച്ചയുള്ള പ്രായമായപ്പോൾ നോർമലായിട്ടുള്ള സാധാരണ ഒരു കുഞ്ഞിനേക്കാൾ സൗന്ദര്യവാനായ ഒരു കുഞ്ഞായിട്ട് മാറി. പിന്നെ അവൻ അമ്മ പ്രാർത്ഥിക്കുന്നതിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തെന്നറിയാമോ? ഇസ്രായേലിന്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു, നിശ്ചയമായി അനുഗ്രഹിച്ച് നിന്റെ കയ്യുടെ കൂടെ അനന്തമിലേക്ക് വ്യസനഹേതുവായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. എപ്പേസിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടും അവന്റെ സ്ഥിതിക്ക് മാറ്റം. ഇന്ന് കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ആദി അനീഷ് എന്ന് പേരിട്ടു. ഇന്നു മുതൽ ഈ കുഞ്ഞിനെ വളർത്തുമ്പോൾ ആലോചിക്കുമ്പോൾ ഈ കുഞ്ഞ് ദൈവപരിതമായി ജീവിക്കുവാൻ നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഈ കുഞ്ഞിന്റെ മേലുണ്ടാകട്ടെ. നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. നമുക്ക് നന്ദി പറയാം. എല്ലാവർക്കും നന്ദി പറയാം. ഈ കുഞ്ഞിന്റെ ദൈവത്തിന് കൊടുത്തതിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എത്ര പേർക്ക് വലത് കരം ഉയർത്തിപ്പിടിച്ച് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നിർത്താതെ സ്തോത്രം പറയാൻ പറ്റും? ഇപ്പോൾ നമ്മൾ കേട്ട മെസ്സേജിനകത്തെ 1-ാമത്തെ പോയിട്ട് നന്ദി പറയുക. ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറയുക. അനീഷ് ദൈവം നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കുഞ്ഞിനെ തന്നതിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളും സഭയായി ചേർന്ന അനീഷിനും ദൈവയ്ക്കും കൊടുത്ത ആദി അനീഷിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുക. ഈ കുഞ്ഞിന് അനുഗ്രഹമായിരിക്കട്ടെ. ഈ കുഞ്ഞിന് ദൈവ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഈ കുഞ്ഞ് അനീഷിനും ദൈവയ്ക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഇവന്റെ വഴികളിൽ ദൈവം ഇവനെ അനുഗ്രഹമാക്കി മാറ്റിയാട്ടെ. ഇവന്റെ ഭാവി ഇവൻ അനുഗ്രഹമായി മാറട്ടെ. ഈ കുഞ്ഞിന് സാക്ഷ്യമായി മാറട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി കുഞ്ഞിനെ വെളിപ്പെടട്ടെ.
ഹല്ലേലൂയ. എല്ലാ കരങ്ങളും പിടിക്കാൻ കുഞ്ഞിന്റെ നേരം. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആദ്യ യേശുവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് സഭയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞ് ഒരു അനുഗ്രഹമായിരിക്കട്ടെ. അനീഷിനും ദൈവയ്ക്കും ഈ കുഞ്ഞിന് അനുഗ്രഹമായിരിക്കട്ടെ. ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കട്ടെ. കുഞ്ഞിന്റെ ഭാവി എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമായ കാലങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ. താഴ്ത്തി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ചെയ്യുന്ന നന്മകൾക്കായി സ്തോത്രം. ഇന്നു മുതൽ ആദ്യ അനീഷ് എന്നുള്ള പേരിൽ ഈ കുഞ്ഞ് അറിയപ്പെടട്ടെ, ദേശം അറിയപ്പെടട്ടെ, സമൂഹം അറിയപ്പെടട്ടെ. ദൈവം ചെയ്യുന്ന നന്മകൾക്കായി സ്തോത്രം. പ്രദേശങ്ങൾ അനീഷിനെ അനുഗ്രഹിക്കുക, ദൈവത്തെ അനുഗ്രഹിക്കുക. ഈ ദമ്പതിമാരുടെ അനുഗ്രഹമായിരിക്കട്ടെ. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കും വിധേയത്തായിട്ടും ഞങ്ങൾ സ്തോത്രം ഈ സമയത്ത് കരയുന്നു. എല്ലാ മാനവും എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ബഹുമാനവും ഞങ്ങളുടെ കർത്താവിന് മാത്രം ഈ സമയം ഞങ്ങൾ കരയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ ആശീർവാദവും ദൈവത്തിന്റെ അനുഗ്രഹവും ഒക്കെ ഈ കുടുംബത്തിന്റെയും ഈ കുഞ്ഞിന്റെയും മേൽ ഉണ്ട്. നമുക്ക് നമ്മുടെ കരത്തിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു പാട്ടിന്റെ വരികൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു. ആ പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ബന്ധപ്പെട്ടു. ആകാശം ഭൂമി വന്ദിച്ച ദേവനെ ഇവരെ മാറ്റത്തെ ഇവരെ മാറ്റത്തെ വാഴ്ത്തുവിൻ പരമാഴ്ത്തുവിൻ വാഴ്ത്തുവിൻ പരമാഴ്ത്തുവിൻ ഏകനിത്രി ഏകനാം സ്വരൂപം ഏകനിത്രി ഏകനാം ഇവരെ വാഴ്ത്തത്തെ ഇവരെ വാഴ്ത്തത്തെ വാഴ്ത്തുവിൻ പരമാഴ്ത്തുവിൻ ഓ വാഴ്ത്തുവിൻ പരമാഴ്ത്തുവിൻ ഏകനിത്രി ഏകനാം സ്വരൂപനാം ഏകനിത്രി ഏകനാം സ്വരൂപനാം ഇവരെ വാഴ്ത്തത്തെ ഇവരെ വാഴ്ത്തത്തെ ഇവരെ പിതാവേ, അനീഷിനെയും ദീപയെയും ആദ്യ അനീഷിനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സഭയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബം ഒരു അനുഗ്രഹമായിരിക്കട്ടെ. യേശുവിന്റെ